ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ഈ വർഷം അതിഥോടെ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ തന്നെ ഇങ്ങും മികച്ച അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച വ്യൂവർഷിപ്പ് എല്ലാം തന്നെ നേടിയെടുക്കുന്ന ഒരു ഗാനമായിട്ട് മാറിക്കഴിഞ്ഞതാണല്ലോ. ഇപ്പോഴത്തെ 3 മില്യണിലധികം വ്യൂവേഴ്സ് യൂട്യൂബിലൂടെ തുടരും ഫസ്റ്റ് സിംഗിൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ടാം. ഇന്ന് മറ്റൊരു മലയാളം സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വന്നിരിക്കുകയാണ്. അത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് സിനിമയുടെ ഫസ്റ്റ് സിംഗിളാണ്. അഫ്സൽ ആലപിച്ച ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. വീരാധീര സൂര്യൻ വിക്രം നായകനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ. മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ അടുത്തയാഴ്ച മാർച്ച് 20-ാം തീയതി സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ബുക്കിംഗ് അപ്ഡേറ്റും ഉടനെ പുറത്തു വരുന്നതാണ്. ഫെബ്രുവരി മാസം ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ വലിയ സ്വീകാര്യതയാണല്ലോ കേരളത്തിൽ ഉൾപ്പെടെ സിനിമയ്ക്ക് ലോകമെമ്പാടും ലഭ്യമായത്. വെറും ഒരാഴ്ച പ്രദർശനാനുമതി നൽകിക്കൊണ്ടായിരുന്നു ഇന്റർസ്റ്റെല്ലർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ടിറങ്ങുകയാണ്. മറ്റന്നാൾ മാർച്ച് 14-ാം തീയതി വീണ്ടും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഒരാഴ്ച മാത്രമാണ് സിനിമയ്ക്ക് പ്രദർശനാനുമതി ഉള്ളത്. ഇന്റർസ്റ്റെല്ലറിനോടൊപ്പം തന്നെ ഡ്യൂണിന്റെ പാർട്ട് 2 കൂടി മാർച്ച് 14-ാം തീയതി ഒരാഴ്ച പ്രദർശനാനുമതിയോടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ ഇത്തവണ അവസരം നഷ്ടമാക്കരുത്. പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയിൽ നിവിൻ പോളി നായകനായി എത്തുന്നുവെന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് വന്നതാണല്ലോ. ഇപ്പോഴത്തെ ഈ സിനിമയിലൂടെ അജു വർഗീസ് നിവിൻ പോളി കോംബോ ഒരിക്കൽ കൂടി ഒരുമിക്കുകയാണ്. സിനിമ ഒരു ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ വാർത്തകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. പൃഥ്വിരാജ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രാജമൗലി സംവിധാനം ചെയ്ത മഹേഷ് ബാബു നായകനെത്തി വരാനിരിക്കുന്ന സിനിമയിലാണല്ലോ. ചിത്രത്തിന്റെ പൃഥ്വിരാജിന്റെ ആദ്യ ഷെഡ്യൂൾ ഈ മാസം 15-ാം തീയതി മാർച്ച് 15-ാം തീയതിയോടെ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം നോബഡി എന്ന സിനിമയുടെ ഷൂട്ടിലേക്ക് ഏപ്രിൽ ആദ്യവാരത്തോടെ കടക്കുന്ന പൃഥ്വിരാജ് നോബഡിയുടെ ആദ്യ ഷെഡ്യൂളിന് ശേഷമായിരിക്കും രാജമൗലി സിനിമയുടെ അടുത്ത ഷെഡ്യൂളിലേക്ക് കടക്കുക. ആ ഷെഡ്യൂൾ ഏപ്രിൽ അവസാനത്തോടെ അതല്ലെങ്കിൽ മെയ് ആദ്യവാരത്തോടെ ആരംഭിക്കുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. എങ്ങും ക്രിട്ടിക്സിൽ നിന്നടക്കം മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെ നേടിയെടുത്തിട്ടും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് വിറ്റഴിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏഷ്യനെറ്റ് സിനിമയുടെ ഭ്രമയുഗത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസത്തോടെ ഏപ്രിലിലെ വിഷു റിലീസായിട്ടെല്ലാം തന്നെ ടെലിവിഷൻ പ്രീമിയർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ടെലിവിഷൻ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയുടെ TRP ഉൾപ്പെടെ ഭാവിയിൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.